എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യുജിൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണവും അതുപോലെ തന്നെ കുടവയറും വയറിന്റെ ഭാഗത്തുള്ള ഫാറ്റും അതുപോലെ നെഞ്ചിന്റെ ഭാഗത്തുള്ള ഫാറ്റും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു മാജിക്കൽ ഡ്രിങ്ക് ആണ്. വെയിറ്റ് ലോസിന് വളരെ ഉപകാരപ്രദമാണ്. വെയിറ്റ് ലോസിന് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിനുണ്ട്. അമിതവണ്ണം, അതുപോലെ തന്നെ പ്രമേഹം, മലബന്ധം, അതുപോലെ കുറേ പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഗ്യാസിൻ്റെ പ്രശ്നം, ഇതിനെല്ലാത്തിനും നല്ല ഒരു ഡ്രിങ്കാണ് നമ്മുടെ ഈ ജീരക വെള്ളം. നമ്മൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത്, വെയിറ്റ് ലോസിന് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ എത്ര അളവിൽ കഴിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ. ഡയറ്റൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്ക് വെയിറ്റിന് കൂടാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. എക്സസൈസും ഡയറ്റും ഒക്കെ മടിയുള്ളവർക്കും ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 3 months ആണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വെയിറ്റിലൊരു വേരിയേഷൻ കാണും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ വെയിറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ജീരകവെള്ളം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിതിപ്പോൾ തയ്യാറാക്കുന്നത് അമിതമായിട്ടുള്ള കൊഴുപ്പും കാര്യങ്ങളും ഒക്കെ തടയാനായിട്ട് നമുക്ക് എങ്ങനെയാണ് അതിനെയൊക്കെ അലിയിച്ച് കളയാനായിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. ജീരകവെള്ളം നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കുടിവെള്ളത്തിന് പകരമായിട്ടൊക്കെ ജീരകം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി ആ ഒരു രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ആർക്കൊക്കെയാണ് ആ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നൊക്കെ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. നമ്മളിവിടെ 1 ടീസ്പൂൺ ജീരകം ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അത് നന്നായിട്ട്, ആ ജീരകം നന്നായിട്ട് മുങ്ങിക്കിടക്കാനായിട്ട് ആവശ്യത്തിനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ജീരക വെള്ളം തയ്യാറാക്കുന്നത് പിറ്റേ ദിവസമാണ്. ഇപ്പോൾ ഇന്ന് രാത്രിയാണ് ഞാനിതിങ്ങനെ ഇട്ട് വയ്ക്കുന്നത്. പിറ്റേന്ന് നമ്മൾ ജീരകവെള്ളം തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ജീരകം വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1.5 ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുടിവെള്ളമായിട്ടൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ വാട്ടറിൻ്റെ അളവ് ഈ ഒരു കപ്പിലേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ജീരകത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ശരിക്കും ജീരകവെള്ളത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വെയിറ്റ് കൂടുന്നു എന്നുള്ളവർക്ക് നമ്മുടെ വെയിറ്റിന് കൂടാതിരിക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണിത് കേട്ടോ. നമ്മൾ എക്സസൈസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് സംഭവിക്കും. ഇതിപ്പോൾ പതുക്കെ ആണെങ്കിലും നമ്മുടെ കൊഴുപ്പുകളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട്, അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അനുഗ്രഹം തന്നെയായിരിക്കും നമ്മുടെ ഈ മാജിക്കൽ ഡ്രിങ്ക്. നമ്മുടെ ജീരകവെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടതുകൊണ്ട് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇളകി നല്ല കളറിലായിരിക്കും കേട്ടോ ഇതിരിക്കുക. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അന്ന് തന്നെ രാവിലെ ഒരല്പനേരം വെള്ളത്തിൽ കുതിർത്ത് പെട്ടെന്ന് എടുത്താൽ മതി. ഞാനീ ഉണ്ടാക്കുന്ന ജീരകവെള്ളം എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് വെച്ചാലേ പല നേരമായിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, ആ ഒരു രീതിയിൽ. അല്ലാതെ 1 ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കടുപ്പം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ വെള്ളം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കുടിക്കാൻ കുറച്ചുകൂടി സുഖമായിരിക്കും. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ജീരകവെള്ളം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക, അല്ലെങ്കിൽ നോർമലി അതിൻ്റെ ജീരകം വീഴാത്ത രീതിയിൽ ഒഴിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് 1/2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുടിക്കാവുന്നതാണ്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോം റെമഡിയാണിത്. വെയിറ്റ് ലോസിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ വേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പലതിനും ഗുണം ചെയ്യുന്ന ഒന്നാണ് ജീരകം ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ നമ്മുടെ ജീരകവെള്ളം ആരൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡയബറ്റിക്കിൻ്റെ പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ 1 മാസം വല്ല കഴിച്ച് നോക്കിയിട്ട്, അതായത് ചെറിയ അളവിൽ വേണം കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ ചൂട് കുരുക്കൾ, അതായത് പഴുത്ത കുരുക്കൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാർ,
അപ്പോൾ അത് നമ്മുടെ ജീരകം കുറച്ച് ചൂടായിട്ടുള്ള സംഭവമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കഴിക്കുമ്പോൾ എപ്പോഴും ഒരു 1/4 ടീസ്പൂൺ എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. 1-2 മാസം ആ ഒരു രീതി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ പൈൽസിൻ്റെ പ്രശ്നങ്ങളുള്ളവർ ഇവരൊക്കെ വളരെ ലൈറ്റായിട്ട്, അതായത് നമ്മുടെ വെള്ളം ഒരുപാട് കടുപ്പിച്ച് കുടിക്കരുത്, വളരെ ലൈറ്റായിട്ട് കഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിന് മാത്രം ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വ്യത്യാസങ്ങൾ, കാര്യങ്ങൾ, വെയിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം പിന്നീട് കണ്ടിന്യൂ ചെയ്യുക. ആ ഒരു രീതിയിൽ ചെയ്യണം കേട്ടോ. ഇത് ഡയബറ്റിക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് നമ്മുടെ ജീരകവെള്ളം കഴിക്കുന്നത്. എന്ന് വെച്ചിപ്പോൾ മെഡിസിൻസ് അതുപോലെ ഇൻസുലിനൊക്കെ എടുക്കുന്നവരാകുമ്പോൾ അവരുടെ ബ്ലഡ് ഷുഗർ വീണ്ടും വീണ്ടും കുറഞ്ഞു പോകാനായിട്ട് ഇടയാവരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിതമായിട്ട് മാത്രം കഴിക്കുക, ചെറിയ അളവിൽ കഴിക്കുക. അപ്പം നമ്മുടെ ആ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ എന്ന രീതിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ. അതേപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർ, റെഗുലറായിട്ട് വരുന്നവരും ഈ രീതിയിൽ തന്നെ കുറഞ്ഞ അളവിൽ വേണം കഴിക്കാനായിട്ട്. അവർക്കുള്ള പ്രതിവിധി കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് വരാത്ത രീതിയിൽ നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുള്ളവർ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ വീഡിയോസിൻ്റെ ലിങ്ക് തരാം കേട്ടോ. നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ പോകാനായിട്ട് നല്ലതാണ്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളുള്ളവർ രാവിലെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് നമ്മുടെ ഈ ഒരു ജീരകവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഗ്യാസ്, എമ്പക്കം, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടാനായിട്ട് നല്ലതാണ് നമ്മൾ ജീരകവെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്. സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ശരീരത്തിൽ വിഷാംശം ഉണ്ടായിട്ടാണ്. ചിലർക്ക് നമ്മൾ പറയല്ലേ ബ്ലഡ് പ്യൂരിഫൈയിങ് മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടി വരുന്നൊരവസ്ഥ കാണാറില്ലേ. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ജീരകവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ഹോം റെമഡീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിലെ പ്രോബ്ലംസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പണ്ട് കാലത്ത് സദ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീരകവെള്ളമായിരുന്നു കുടിക്കാൻ കൊടുത്തിരുന്നത്. പിന്നെ കരിങ്ങാലി വെള്ളമായി, പിന്നെ ഇങ്ങനെ മാറി മാറി ഓരോ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടേഴ്സിൽ മാറ്റങ്ങളൊക്കെ വന്നു അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചാൽ ജീരകവെള്ളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ 1 ടീസ്പൂൺ ഇട്ട് നമ്മൾ ജീരകവെള്ളം തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് കുടിക്കണമെന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് കഴിക്കുക. അതായത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. പിന്നീട് നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് ശേഷം കഴിക്കുക. അതിനുശേഷം അത്താഴത്തിന് ശേഷം അല്ലെങ്കിൽ അത്താഴത്തിന് മുമ്പ് ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്. ഒരു 3 months യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നവർ, അതായത് നല്ല രീതിയിൽ വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി പറയാം. നമ്മൾ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാലും നമ്മൾ മറ്റു ഫുഡ് കഴിച്ചതിന് ശേഷം ഐസ്ക്രീം ഒരിക്കലും കഴിക്കരുത്. അത് ശരീരഭാരം കുറയുന്നതിനെ തടയുന്നൊരു കാര്യമാണ്. കാര്യം അതിൽ നന്നായിട്ട് പഞ്ചസാരയും കലോറിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ശരീരഭാരം കുറയുന്നതിനെ ചെറുതായിട്ട് തടയും. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് പ്രോട്ടീൻ ലഭിക്കാനായിട്ട് സഹായിക്കുന്നതാണ് മട്ടൺ, ബീഫ് പോലുള്ള റെഡ് മീറ്റ് കാര്യങ്ങളൊക്കെ. പക്ഷേ അത് രാത്രികാലങ്ങളിൽ കഴിക്കുന്നത് ഒഴിവാക്കണം. ഇവയിൽ ഉയർന്ന അളവിൽ കൊഴുപ്പും കലോറിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് രാത്രി എക്സസൈസും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ രാത്രി ഇത്തരം ഫുഡൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. നല്ലതായിട്ട് ലൈറ്റായിട്ടുള്ള ഫുഡ് തന്നെ രാത്രി കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒരു പക്ഷേ ഈ ഒരു അറിവ് ഉപകാരപ്രദമായിരിക്കും. അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ അറിവുകളൊക്കെ ഉണ്ടാവും തീർച്ചയായും. അപ്പോൾ അതെല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. അത് വീഡിയോ കാണുന്ന മറ്റുള്ള സുഹൃത്തുക്കളും എനിക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.